യേശുവിൻ്റെ സഹനങ്ങളെയും മാതാവിൻ്റെ 7 ദുഃഖങ്ങളെയും ധ്യാനിക്കുവാൻ അനുദപിക്കുന്നവർക്ക് ആത്മീയ പോഷണത്തിനുള്ള ഒരു ചെറിയ സമൂഹം എന്ന നിലയിൽ 7 മഹാന്മാർ കൂടിയാണ് സെർവിറ്റെ സഭ സ്ഥാപിച്ചത്. 1233 അവർ ഒരു കൂടിക്കാഴ്ച നടത്തുകയും വളരെ ഭക്തിപൂർവ്വം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യാമറിയം അവർക്ക് ഓരോരുത്തർക്കുമായി പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധിയാൽ പരിപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് തങ്ങളുടെ കുടുംബവും മഹിമയും സമ്പത്തും പരിഗണിക്കാതെ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ചണങ്ങൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവർ ഒരു കൊച്ചു കെട്ടിടത്തിലേക്ക് താമസം മാറ്റുവാൻ ഇടയായി. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിലും അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനും ഈ സന്യസ്തർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അധികം താമസിയാതെ അവർ ഫ്ലോറന്റൈൻ തെരുവുകളിൽ തോറും അലഞ്ഞ് ഭവനങ്ങളിൽ ഭിക്ഷയാചിക്കുന്നതായി കാണപ്പെട്ടു. പരിശുദ്ധ മറിയത്തിന്റെ ദാസന്മാർ എന്ന ആ പ്രദേശത്തിലെ ബാലകന്മാർ തങ്ങളെ വിളിക്കുന്നതായി അവർ കേട്ടു. ഈ കുട്ടികളിൽ അപ്പോൾ 5 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന വിശുദ്ധ ഫിലിപ്പ് ബെനഡീസും ഉണ്ടായിരുന്നു. കാലം കടന്നുപോയപ്പോൾ അവർ മോണ്ടെ സെനാരിയോയിൽ പ്രാർത്ഥിക്കുകയും അനുതാപവും ധ്യാനവുമായി ഏകാന്തവാസം നയിച്ചു പോന്നു. 1888 ലിയോ 13 പാപ്പ ഈ 7 വൈദിക മനുഷ്യരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ഫെബ്രുവരി 17 അവരുടെ തിരുനാളായി അംഗീകരിക്കുകയും ചെയ്തു.